നിർണായകമായ ഇന്ത്യ ന്യൂസിലൻഡ് ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയം സാക്ഷിയാകുമ്പോൾ പിച്ചിനെക്കുറിച്ചും അതിന്റെ ആനുകൂല്യത്തെക്കുറിച്ചും ചർച്ചകൾ പുരോഗമിക്കുകയാണ്. 5ന് മുകളിൽ പിച്ചുകളുള്ള ദുബായ് സ്റ്റേഡിയത്തിൽ ഫൈനലിന് തിരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള പിച്ചിനെക്കുറിച്ച് മുൻപിട്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യ ക്ലാഷ് നടന്നിട്ട് 14 ദിവസം പിന്നിട്ട ഈ സാഹചര്യത്തിൽ അന്നത്തെ അതേ പിച്ചിൽ കളി നടന്നാലും ഇന്ത്യക്ക് കൂടുതൽ നേട്ടമുണ്ടാകുമെന്ന് ഉറപ്പിക്കാൻ സാധിക്കില്ല. അന്ന് സ്പിന്നിനും പേസിനും തുല്യ പ്രാധാന്യം ലഭിച്ച പിച്ചിൽ കുൽദീപ് 3ഉം ഹാർദിക് പാണ്ഡ്യ 2ഉം വിക്കറ്റുകൾ നേടിയിരുന്നു. ബാറ്റിംഗിൽ വിരാട് കോഹ്ലിയുടെ സെഞ്ചുറി മാത്രമാണ് എടുത്തു പറയത്തക്ക പ്രകടനം. മറ്റ് ബാറ്റർമാർ മിക്സഡ് ആയിട്ടുള്ള പ്രകടനമാണ് കാഴ്ചവെച്ചത്. ന്യൂസിലൻഡിനെ സംബന്ധിച്ച് 2 സ്പിന്നർമാരാണ് ഉള്ളത്, മിച്ചൽ സാർനറും മൈക്കൽ ബ്രൈസലും. അതോടൊപ്പം തന്നെ മാറ്റ് ഹെൻറിയും വിൽ ഒറോർക്കിൻ്റെയും പേസ് ആക്രമണം ഇന്ത്യക്ക് ഭീഷണി സൃഷ്ടിച്ചേക്കാം. മാറ്റ് ഹെൻറിക്ക് കഴിഞ്ഞ ദിവസം പരിക്ക് പറ്റിയതിനാൽ ഫൈനൽ 11-ൽ ഉണ്ടാകുമോ എന്നും ഉറപ്പില്ല. അതേസമയം ഫൈനൽ മത്സരത്തിൽ തോൽവി സംഭവിച്ചാൽ രോഹിത് വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലൊരു തീരുമാനം രോഹിത് എടുക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സ്വമേധയുള്ള തീരുമാനമായിരിക്കുമെന്നും ടീം മാനേജ്മെൻറ്റിൽ നിന്ന് യാതൊരു സമ്മർദ്ദവും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്നുമാണ് റിപ്പോർട്ട്. ഇനി ഇന്ത്യ ഫൈനൽ ജയിച്ചാൽ രോഹിത് ക്യാപ്റ്റൻ സ്ഥാനം ഒഴിയാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ശുഭ്മാൻ ഗില്ലോ, ഹാർദിക് പാണ്ഡ്യയാവും തുടർന്ന് ഇന്ത്യയെ നയിക്കുക. ദുബായിലെ തെളിഞ്ഞ കാലാവസ്ഥയിൽ ഏറെക്കുറെ സ്പിന്നിനെ അനുകൂലിക്കുന്ന പിച്ചിൽ ജയം ആർക്കൊപ്പമെന്ന് കാത്തിരുന്ന് കാണാം.